നമുക്കിത് വെറും ഒരു ചിരട്ട മാത്രമാണ്. ആവശ്യം കഴിഞ്ഞാൽ പറമ്പിലേക്ക് വലിച്ചെറിയാമെന്ന് മാത്രം. എന്നാൽ ചാലിയം സ്വദേശി സുജിത് ലാലിന് ഇതൊരു അമൂല്യ വസ്തുവാണ്. കോവിഡ് കാലത്ത് ഒഴിവു നേരത്ത് കയ്യിൽ കിട്ടിയ ചിരട്ട കൊണ്ട് കൗതുകമായി തീർത്ത ഒരു ചിരട്ട കപ്പാണ് മെക്കാനിക്കൽ ബിരുദകാരിയായ സുജിത് ലാലിന്റെ ഉള്ളിലെ കരകൗശല ബിരുദ് പുറത്തെത്തിച്ചത്. 2020 കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നത്. അത് ഇങ്ങനെ ചിരട്ട എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ, ചിരട്ട ഓരോരോ ഷേപ്പിലാണല്ലോ, എല്ലാ ചിരട്ടും പല ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഇന്നൊരു സാധനം ഈ ഷേപ്പിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നി. അങ്ങനെയാണ് ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ ഒരു 2 ഗ്ലാസ്സാണ് ഞാൻ ആദ്യം ചെയ്തു നോക്കുന്നത്. അതൊന്ന് സക്സസ് ആയപ്പോഴാണ് പിന്നെ അടുത്ത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത്. പിന്നീട് ചിരട്ടയിലെ ശില്പസാധ്യതകളിലേക്ക് സുജിത്ത് സ്വയം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അത് പിന്നെ നിർത്തിയില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ട് നിന്നു. അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ചെറുതെന്ന് ഇങ്ങനെ അടുത്തടുത്ത്, പിന്നെ ചെറുതിലേക്ക് പോയില്ല, പിന്നെ ഓരോന്നും അതിന് കൂടുതൽ വർക്കുകൾ വരുന്ന ഐറ്റംസാണ് ഇങ്ങനെ ചെയ്ത് വന്നത്. അതിന് ഓരോന്നും ചെയ്ത് സക്സസ് ആകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടുന്നത് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും വീട്ടിൽ നിന്നുള്ള എല്ലാവരുടെ ഫാമിലി എല്ലാവരുടെ സപ്പോർട്ടുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക. ഫ്രണ്ട്സും ആയാലും അടുത്തുള്ള ആൾക്കാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുറേ വർക്കുകൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റ വഴിയാണ് എനിക്ക് കൂടുതലും ഓർഡറുകളൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് വഴിയും പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ട് അതുവഴിയും ഓർഡർ കുറേ വരുന്നുണ്ട്. വിദേശത്തേക്കും വന്നിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വർക്ക് എടുത്ത് ചെയ്ത് പറഞ്ഞാൽ ദേവിയുടെ ഒരു വർക്കാണ്. അതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എഫേർട്ട് ഇട്ട് കുറേ ദിവസം എടുത്ത് ചെയ്ത് വർക്കും. അത് ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ദേവിയിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ മറ്റുള്ളതിനെക്കാട്ടി ഒന്നുകൂടെ ഞാനൊരു 3D രൂപമാണ് ദേവിയിൽ ചെയ്തത്. ഫുൾ സൈസാണ് ചെയ്തത്, ബാക്കിലടക്കമുള്ള സൈസ്. ബാക്കിയൊക്കെ ഞാൻ ഫ്രണ്ട് രൂപമാണ് ചെയ്തത്. കല്ലിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങളെ വെല്ലുന്ന അഴക് സുജിത്തിന്റെ ചിരട്ട ശില്പങ്ങളെ ആകർഷകമാക്കിയതോടെ വിദേശത്തു നിന്നുൾപ്പെടെ ഓർഡറുകളും ലഭിച്ചു തുടങ്ങി. ചാലിയത്ത് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് നടത്തുന്ന പിതാവിനെ സഹായിച്ചു വരികയാണ് സുജിത്ത്. ജോലി സമയത്തിന് ശേഷമുള്ള ഒഴിവുവേളകളിലാണ് ചിരട്ട ശില്പ നിർമ്മാണം. ഒരു മെക്കാനിക് എഞ്ചിനീയറാണ്. അതിന്റെ വർക്ക് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഞാൻ മുന്നേ ചെയ്ത വർക്ക്. അവിടെ എറണാകുളത്തും ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ആയിരുന്നു. അവിടെ റിഫൈനറിയിലായിരുന്നു വർക്ക്. അതിൻ്റെ ലീവിന് വരുന്ന ടൈമിലൊക്കെ വർക്ക് തുടങ്ങി വെക്കും. വർക്ക് തുടങ്ങി അത് കംപ്ലീറ്റ് ആവില്ല. ആ ഒരു കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കി അടുത്ത ലീവിനാണ് അത് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. കുറേ സമയം പിടിച്ചിട്ടാണ് ഒരു വർക്കിനെ ചിലപ്പം കംപ്ലീറ്റ് ആവുക. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അച്ഛന് സ്വന്തം ഇൻഡസ്ട്രിയൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒഴിവ് സമയം മാത്രമേ ഈ ഒരു വർക്കിന് ഇരിക്കുകയുള്ളൂ. മോർണിംഗിൽ എൻ്റെ വർക്കിന് പോയിട്ട് ഞങ്ങൾ ഷോപ്പിൽ വർക്കിന് പോകും. നൈറ്റിലാണ് ഈ ക്രാഫ്റ്റ് വർക്കിന് ഇരിക്കുക. അത് ഡെയിലി ഒരു 3-4 മണിക്കൂർ, കഷ്ടിച്ചു പോയ 4 മണിക്കൂർ അത്രേ കിട്ടുള്ളൂ. തന്റെ നാട്ടിൽ തന്നെ ഒരു പ്രദർശനം ഒരുക്കണമെന്നും കൂടുതൽ ആകർഷകമായ ശില്പങ്ങൾ നിർമ്മിക്കണമെന്നതുമാണ് സുജിത്തിന്റെ ആഗ്രഹം. ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇങ്ങനെ ചെയ്ത് കുറച്ച് അധികം ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആർട്ട് ഗാലറി മാതിരി ഷോപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു സെയിലിനുള്ള രൂപത്തിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇനിയും പഠിക്കാനുണ്ടല്ലോ. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും ചെയ്ത് വരുമ്പോഴേ നമ്മൾ ഒന്നുകൂടെ പഠിച്ച് വരുള്ളൂ. ബാക്കി ഇനിയും റെഡി ആവാനുണ്ട് തന്നെയാണ്. ഒരു ചിരട്ട കൊണ്ട് ജീവിതം മാറി മറിയുമെന്നാണ് സുജിത് ലാൽ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഉരുപ്പെരുമ കൊണ്ട് അറിയപ്പെട്ട ഈ നാട്ടിൽ തന്റെ ചിരട്ട ശില്പങ്ങളും അറിയപ്പെടുമെന്നാണ് ഈ യുവാവ് പറയുന്നത്. ക്യാമറമാൻ സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.